ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. JP ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യം ഭരിക്കുന്ന BJPക്കാർക്കും അവരുടെ IT സെല്ലിനും ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്താണെന്നല്ലേ, തങ്ങൾ കോടികൾ ഒഴുക്കി കെട്ടിപ്പൊക്കിയ നരേന്ദ്രമോദി എന്ന വിശ്വഗുരുബിംബം തകർന്നടിയുന്നത് അവർക്ക് സ്വന്തം കണ്ണാലെ സ്വന്തം കൺമുന്നിൽ കാണേണ്ടി വരുന്നു. അതും പോരാഞ്ഞ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി ഗ്രാഫ് കുതിച്ചുയരുന്നത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് സംഘപരിവാർ പാളയങ്ങൾ. ഇതുവരെ പ്രതിപക്ഷ കൂട്ടായ്മകളെയും രാഹുലിനെയും ട്രോളാൻ നോക്കിയവർക്ക് ഇപ്പോൾ സ്വന്തം അണികളിൽ നിന്ന് തന്നെ 8ന്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ അതിഗംഭീരമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. അത് എന്താണെന്ന് നമുക്ക് വിശദമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. BJPയുടെ സ്വന്തം ഔദ്യോഗിക പരിപാടി. സ്റ്റേജിൽ BJPയുടെ വമ്പൻ നേതാക്കളും മന്ത്രിമാരും അണിനിരന്നിരിക്കുന്നു. സദസ്സിൽ നിറയെ കാവിത്തുണി കഴുത്തിലിട്ട BJPയുടെ കടുത്ത അണികൾ. അവിടെ വെച്ച് ഒരു BJP വനിതാ നേതാവ് മൈക്കിന് മുന്നിൽ വന്ന് അണികളോട് ആവേശം മൂത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു. ചോദ്യം കേട്ടപാടെ അണികൾ പതിവ് പോലെ മോദി മോദി എന്ന് ആർത്തു വിളിക്കുമെന്നായിരുന്നു ആ പാവം വിചാരിച്ചത്. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നേരിട്ട് കണ്ടു നോക്കൂ. राहुल गांधी हा एकच पर्याय दिसतोय मला. मग उद्या राहुल गांधींच्या हातात तुम्ही देश देणार आहात का नरेंद्र मोदींच्या हातात देश देणार आहात? राहुल. കണ്ടല്ലോ അല്ലേ, ദൈവമേ, ഇതിലും വലിയൊരു പണി ഇനി BJPക്ക് സ്വപ്നങ്ങളിൽ പോലും കിട്ടാനില്ല. മഹാരാഷ്ട്രയിലെ കോലാപ്പൂരിൽ നടന്ന BJPയുടെ പ്രചാരണ പരിപാടിയിൽ മൈക്കിന് മുന്നിൽ നിന്ന് മാസ് കാണിക്കാൻ നോക്കിയ ഈ നേതാവിന്റെ പേര് ഷൗമിക മഹാദിക് എന്നാണ്. പുള്ളിക്കാരി ഹിന്ദിയിലും മറാത്തിയിലുമായി അണികളോട് ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചത് ഇതാണ്: നാളെ ഈ രാജ്യം നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണോ കൊടുക്കാൻ പോകുന്നത്, അതോ നരേന്ദ്രമോദിയുടെ കയ്യിലാണോ? സംഗിണിജി ചോദ്യം ചോദിച്ച് നിർത്തിയതേയുള്ളൂ. സദസ്സിലിരുന്ന BJP അണികൾ ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു: രാഹുൽ ഗാന്ധി. राहुल गांधींच्या हातात तुम्ही देश देणार आहात का नरेंद्र मोदींच्या हातात देश देणार आहात? राहुल. എങ്ങനെയുണ്ട് പൂരം? സ്വന്തം അണികൾ പോലും മോദിയെ കൈവിട്ട് രാഹുലിന്റെ പേര് വിളിച്ചു പറയുന്ന അവസ്ഥ. ഇത് കേട്ടപാടെ ചോദ്യം ചോദിച്ച സംഗിണിജിയുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചോ? ശരിക്കും ആകെ നാണം കെട്ട് കാക്കറ്റൂരി എന്നാ ടോന്നുന്നെ എന്ന ഭാവത്തിൽ ചമ്മിയ ഇളി ഇളിച്ചുകൊണ്ട് അരേ എന്ന് പറയുന്നു. ചിരിക്കണോ കരയണോ അതോ ഓടി രക്ഷപ്പെടണോ എന്നറിയാതെ പുള്ളിക്കാരി അങ്ങ് അമ്പരന്നു പോയി. അതുകൊണ്ടും തീർന്നില്ല, സ്റ്റേജിലിരുന്ന മറ്റ് മുതിർന്ന BJP നേതാക്കളും ഈ നാണക്കേട് മറക്കാൻ വേണ്ടി പല്ലിളിച്ച് ചിരിക്കുന്നതും പരസ്പരം നോക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം. ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഔദ്യോഗിക എക്സ് പ്രൊഫൈൽ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: കോലാപ്പൂരിൽ BJP നേതാവ് ചോദിച്ചു, നിങ്ങൾ രാജ്യം രാഹുൽ ഗാന്ധിക്ക് കൈമാറുമോ അതോ നരേന്ദ്രമോദിക്കോ? സദസ്സിൽ നിന്നും മറുപടി വന്നു: രാഹുൽ ഗാന്ധി. ഇതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഇന്ത്യയിലെ യഥാർത്ഥ അവസ്ഥ. മോദി തരംഗം എന്നൊക്കെ പറഞ്ഞ് ഈ മാധ്യമങ്ങൾ തള്ളുന്നതൊക്കെ വെറും പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. താഴെ തട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെയും അതിലുപരി BJPയുടെ സ്വന്തം അണികളുടെ ഉള്ളിൽ വരെ രാഹുൽ ഗാന്ധി എന്ന നേതാവ് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു എന്ന് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രകളും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും ജനങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ഇത് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്ന് അവകാശപ്പെടുന്ന ഗോദി മീഡിയ അഥവാ മോദി ഭക്ത മാധ്യമങ്ങളെ മറക്കാൻ പറ്റില്ലല്ലോ. ഈയിടെയായി അവർക്ക് പുതിയ ഒരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. ജനവികാരം തങ്ങൾക്ക് അനുകൂലമാണെന്ന് കാണിക്കാൻ
ഇവർ ട്വിറ്ററിലും യൂട്യൂബിലുമൊക്കെ നിരന്തരമായി ഓൺലൈൻ പോളുകൾ നടത്താറുണ്ട്. അടുത്ത പ്രധാനമന്ത്രിയായി നിങ്ങൾ ആരെയാണ് ആഗ്രഹിക്കുന്നത്, നരേന്ദ്രമോദിയെയോ അതോ രാഹുൽ ഗാന്ധിയെയോ എന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ അന്ധമായി മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഗോദി മീഡിയകളുടെ കണ്ണ് തള്ളിച്ചുകൊണ്ട് പങ്കെടുത്ത 72% ആളുകളും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. മോദിക്ക് കിട്ടുന്നതോ വെറും 20-25% മാത്രം. ഫലം വന്ന് മണിക്കൂറുകൾക്കകം തങ്ങൾ കെട്ടിപ്പൊക്കിയ വിശുഗുരു നാണം കെട്ടു എന്ന് കണ്ടതോടെ ഈ വാലാട്ടി മാധ്യമങ്ങൾ എന്തു ചെയ്തു എന്നറിയാമോ? ഒരു ലജ്ജയുമില്ലാതെ ആ പോളുകൾ തന്നെ അപ്പാടെ ഡിലീറ്റ് ചെയ്ത് രായ്ക്ക് രാമാനം മുങ്ങി. വോട്ട് മോദിക്ക് വീണാൽ ജനവിധി, രാഹുലിന് വീണാൽ പോൾ ഡിലീറ്റ്. ഇതാണ് യുവമാരുടെ സിസ്റ്റം. ഇനി ഇതിലും വലിയൊരു കോമഡി പറയാം. പ്രമുഖ ഗോദി മീഡിയ മാധ്യമപ്രവർത്തകയായ റൂബിക ലിയാഖത്ത് സമാനമായ രീതിയിൽ ഒരു ഓൺലൈൻ പോൾ നടത്തി. അതിലും രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിന് മോദിയെ തറപറ്റിച്ചു. ഉടനെ വന്നു ഈ മാന്യമഹതിയുടെ ന്യായീകരണം. പുള്ളിക്കാരി എക്സിൽ കുറിച്ചത് എന്താണെന്നറിയാമോ? കോൺഗ്രസിന് യഥാർത്ഥ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ല, അവർ ഓൺലൈൻ പോളുകളിൽ ബോട്ടുകളെയും വ്യാജ അക്കൗണ്ടുകളെയും വെച്ചാണ് വിജയിക്കുന്നത് എന്ന്. എങ്ങനെയുണ്ട് ഇവരുടെയൊക്കെ ന്യായീകരണ ബുദ്ധി? ജനങ്ങൾ മോദിക്കെതിരെ വോട്ട് ചെയ്താൽ അത് മനുഷ്യരല്ല ബോട്ടുകളാണത്രേ. ജനവികാരം മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാത്ത വിധം ഇവരുടെയൊക്കെ കണ്ണ് അന്ധമായി പോയിരിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട പരമമായ സത്യം ഇതാണ്. ജനങ്ങൾക്കിടയിൽ മോദിയും BJPയും എപ്പോഴേ പരാജയപ്പെട്ടു കഴിഞ്ഞു. ജനങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ കഴിവില്ലായ്മ മൂലമുള്ള അസഹ്യമായ വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും വെറുപ്പ് മാത്രമാണുള്ളത്. എന്നിട്ടും ഇവർ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വരുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. മോദി തൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് നടത്തുന്ന, മോദിയുടെ സ്വന്തം സെലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് നടത്തുന്ന ഓപ്പൺ ഇലക്ഷൻ അട്ടിമറികളും കൃത്രിമങ്ങളും മാത്രം. ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ BJPക്കും മോദിക്കും കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് സ്വന്തം അണികൾ പോലും പരസ്യമായി രാഹുൽ ഗാന്ധിയുടെ പേര് വിളിച്ചു പറയുന്ന ഈ കാഴ്ച. സ്വന്തം പാളയത്തിൽ പോലും മോദിക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കുന്നതാണ് നമ്മൾ ഇവിടെ വ്യക്തമായി കണ്ടത്. ജനങ്ങളുടെ ഈ തിരിച്ചറിവ് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും വിജയവും. ഈ വീഡിയോയെക്കുറിച്ചും BJP നേതാക്കൾക്ക് വേദിയിൽ വെച്ചുണ്ടായ ഈ വൻ നാണക്കേടിനെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങളുമായി അടുത്ത ഒരു തകർപ്പൻ വീഡിയോയിൽ വീണ്ടും കാണാം. തിരുപ്പെ സന്ധിക്കും വരെ വണക്കം.